ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിപൂർണമായും അവരോട് ആ ഉണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പിരിക്കും. അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിയമത്തിന് കീഴടങ്ങാണ്. അപ്പൊ നമുക്കിത് കാണാം, നമുക്ക് ഓവർ സ്മാർട്ട് ആവട്ടെ. DSP മനസ്സിലായോ? നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ചെയ്യണ്ടേ, മാനം കെടുക്കാൻ നിൽക്കരുത്. പരമാവധി ഗുണ്ടാഴ്ച, കണ്ണൂരിലെ ഗുണ്ടാഴ്ച എന്നോട് കാണിക്കരുത്. ഒരു തർക്കവും വേണ്ട. എന്തായാലും അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതും ജയിലിലടക്കേണ്ടതും അത്യാവശ്യമായിരുന്നു. അതിപ്പോ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് ഈ കേൾക്കാൻ പറ്റിയതിലും എനിക്ക് വലിയ സന്തോഷം. അത് അണ്ണാരക്കണ്ണനും തന്നാലായത് അത്രയതിലുള്ളൂ. ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. അത് അണ്ണാരക്കണ്ണനും തന്നാലായത് അത്രയതിലുള്ളൂ. ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. അത് അണ്ണാരക്കണ്ണനും തന്നാലായത് അത്രയതിലുള്ളൂ. വാക്കുകൾ അങ്ങനെ ആയിപ്പോയതിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ആ വിഷയത്തിൽ ഞാൻ മാപ്പ് പറയുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു, ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോ പിണറായി അല്ല, പിണറായിന്റെ അപ്പന്റെ അപ്പം പറഞ്ഞാലും അത് ഞാൻ മറുപടി പറഞ്ഞിരിക്കും. അത് യാതൊരു തർക്കമില്ല. അന്ന് പാർട്ടിക്കാർ വിളിച്ചിട്ടും കാര്യമില്ല. നിയമസഭാ മന്ദിരത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്ക് ഒരു വലിയ നാക്കുപിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ നേരെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി ഇപ്പൊ തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസാണ് എന്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അപ്പന്റെ അപ്പനായാലും ഞാൻ മറുപടി പറയും എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ വായിൽ നിന്ന് വീണുപോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ആ രീതിയിൽ അപ്പന്റെ അപ്പൻ എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. എന്നെ കള്ളനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ്, അത് മുഖ്യമന്ത്രിയുടെ മേലുള്ള എത്ര വലിയവരാണെങ്കിൽ പോലും ഞാനതിന് പ്രതികരിക്കും, മറുപടി പറയും എന്ന അർത്ഥത്തിലാണ് സത്യത്തിൽ ഞാനത് പറഞ്ഞത്. നിങ്ങൾ കുഴങ്ങിക്കണ്, ഞാൻ കുഴങ്ങിയിട്ടില്ല. എന്റെ കാല് ധരിക്കണില്ല.